നമ്മളുടെ വീട് പണിയാനുള്ള എന്തൊക്കെ അവർക്കറിയാം. അവർക്ക് ആ വർക്ക് സിവിൽ വർക്ക് മാത്രമായിരിക്കില്ലല്ലോ. അവർക്ക് എല്ലാത്തരം വർക്കുകളും കോർഡിനേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടോ? അവർക്ക് അതിൻ്റെ സ്കോപ്പ് റെഡിയാക്കാൻ പറ്റുമോ? അതിനെ അവരെങ്ങനെയായിരിക്കും സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് കറക്റ്റായിട്ടല്ലെങ്കിൽ മിക്കപ്പോഴും ഒരാൾ ചെയ്തതിൻ്റെ പുറമെ വേറൊരാൾ വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പണിത് പൊളിക്കേണ്ടി വരും. പൊളിച്ച് മറ്റേ കാരണം വേറൊരാൾക്കത് കുത്തിപ്പൊളിച്ചായിരിക്കും ചെയ്യേണ്ടി വരിക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ 2 വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ വീടെന്നൊരു സ്വപ്നത്തിൻ്റെ ജേർണിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഒരു പ്രോപ്പർ ഫൈനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് ശരിക്കും എപ്പോഴാണ് ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു കോൺട്രാക്ടറിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പം എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പൊതുവെ ഒരു ഫാമിലി അവരുടെ വീട് പണി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ അവർ ഒരു കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവരെങ്ങനെയായിരിക്കും ആ ഒരു കോൺട്രാക്ടർ സേഫ് ആണോ റിലയബിൾ ആണോ എന്ന് സാധാരണ വിലയിരുത്തുന്നത്? സേഫാണോ റിലയബിൾ ആണോ എന്നുള്ള വിലയിരുത്തൽ സാധാരണ വളരെ കുറവാണെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഒരു കോൺട്രാക്ടറിനെ ചൂസ് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് കോട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒന്ന് ഇത്ര രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറയുന്നവരും ഉണ്ടാവും. അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റിന് ചെയ്തു തരാമെന്ന് പറയുന്നവരുണ്ടാവും. അല്ലെങ്കിൽ എസ്റ്റിമേഷനൊക്കെ എടുത്തിട്ട് ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ പാർട്ട് ബൈ പാർട്ടായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും ഇതിനകത്ത് എന്താണ് റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ സ്ക്വയർ ഫീറ്റ് റേറ്റിനൊക്കെ കോട്ട് ചെയ്യുന്നിടത്ത് അങ്ങനത്തെ ഗിമ്മിക്കുകൾക്ക് വീണ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കോട്ട് ചെയ്ത് വീടുകൾ പൂർത്തീകരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരിക്കലും നമുക്ക് പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾക്ക് ഡിസൈനൊക്കെ ഇനി ചെയ്യാനുള്ളൊരു വീടിൻ്റെ കോസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടതെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമാണ് ഒരു കോൺട്രാക്ടർ സെലക്ഷനിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. റിലയബിലിറ്റി കോൺട്രാക്റ്റിൽ എത്തുന്നതിന് മുന്നേ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം. ഇപ്പോൾ യൂഷ്വലി ഒരു ഹോം ഓണർ ഇനീഷ്യലി അവരൊരു കോൺട്രാക്ടറിനെ ട്രസ്റ്റ് ചെയ്യുമല്ലോ. അത് അവരെങ്ങനെയായിരിക്കും ആ ഒരു ട്രസ്റ്റിലോട്ട് എത്തുന്നത്? നോർമലി കണ്ടുവരാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് അവരുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റിനുള്ളിൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു ഒരു ഹൈ ലെവൽ കുറേയൊക്കെ ഡിസ്കഷൻസിൽ അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുമായിരിക്കും. അങ്ങനെ അവർ സെലക്ട് ചെയ്യുന്ന ഒരാളെ അവർ പണിതിട്ടുള്ള വീടുകൾ, അവരുടെ മുൻപത്തെ പ്രോജക്റ്റുകൾ, മുമ്പത്തെ ഹോം ഓണേഴ്സിനെ കണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അത് പോയി കാണുക. പിന്നെ ഇപ്പോൾ ഡിസൈൻ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കൈൻഡ് ഓഫ് ഡിസൈൻഡ് വീടുകൾ അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് അവരുടെ എക്സിക്യൂഷനിലുള്ള അല്ലെങ്കിൽ വർക്കിലുള്ള കേപ്പബിലിറ്റി അളന്ന് കണ്ടിട്ടുള്ളത്. ഇതല്ലാതെ ഇൻ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയായിരിക്കും സേഫ്റ്റി എന്നുള്ള രീതിയിൽ വർക്ക് അറിയാവുന്നുള്ളത് നോക്കുന്നതിനെയാണ് സേഫ്റ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി എന്നുള്ളത് മിക്കപ്പോഴും കണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇനീഷ്യലി അപ്പോൾ അവരെന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? മീൻസ് സെലക്ഷൻ ടൈമിൽ ഇപ്പം നമ്മളൊരു ഒരു സേഫ് ആയിട്ടുള്ളൊരു കോൺട്രാക്ടറിനെ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ടിക്ക് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് വീട് ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹോം ഓണേഴ്സ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മളുടെ വീട് പണിയാനുള്ള എന്തൊക്കെ അവർക്കറിയാം. അവർക്ക് ആ വർക്ക് ഇപ്പോൾ സിവിൽ വർക്ക് മാത്രമായിരിക്കില്ലല്ലോ. അവർക്ക് എല്ലാത്തരം വർക്കുകളും കോർഡിനേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടോ? അവർക്ക് അതിൻ്റെ സ്കോപ്പ് റെഡിയാക്കാൻ പറ്റുമോ? അതിനെ അവരെങ്ങനെയായിരിക്കും സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവർക്ക് അവരുടെ ടീം എത്രത്തോളം വലിയ ടീമാണ്? ടീമിൽ ആരൊക്കെയുണ്ട്? ഇതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വീട് പണി എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു ഫിനിഷ്ഡ് വീട് കാണുമ്പോഴോ, ഒരു ഫിനിഷ്ഡ് ഹോം ഓണറോട് സംസാരിക്കുമ്പോഴോ ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവർ ഗോ ത്രൂ ചെയ്ത് എന്തിലൂടെയാണ് ആ ജേർണി സ്മൂത്ത് ആയിരുന്നു. സേ എങ്ങനെയാണ് അവർ ഓരോ ഇഷ്യൂസിനെ മാനേജ് ചെയ്യുന്നത്? കസ്റ്റമറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ആവശ്യം വരാറുണ്ട്? ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ശരിക്കും ഒരു ബിൽഡറിനെ സെലക്ട് ചെയ്യേണ്ടത്. ഇത് പലപ്പോഴും മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. ഇത് ഒരു കോൺട്രാക്ടറാണ് ശരിക്കും ഒരു ഹോം ഓണർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം ഞങ്ങളിങ്ങനെയാണ് ആ ഒരു വീടിൻ്റെ വർക്കിനെ മുമ്പോട്ട് എടുക്കുക എന്നുള്ളത് കോൺട്രാക്ടർ പറയാതെ ഒരിക്കലും ഒരു ഹോം ഓണർ അത് കണ്ടുപിടിക്കണം എന്നുള്ളത് അത് ഭയങ്കര പാടാണ്. പക്ഷേ ഇത് മനസ്സിലാക്കണം എന്നുള്ളത് ഹോം ഓണർ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് നമുക്കിപ്പോൾ അവരുടെ ഒരു നല്ല മീറ്റിംഗ്, ഒരു കോൺട്രാക്ടറുമായിട്ട് ഒരു നല്ല മീറ്റിംഗ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനിഷ്ഡ് ഹൗസ് കണ്ടാലും നമുക്കവരെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? അതോ
അതിലുപരി നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്? 100% ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റിൽ ഒരു ടിക്ക് മാത്രമേ അതാവുന്നുള്ളൂ. അപ്പോൾ അതിൽ മുകളിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ് വീട് പണി എന്നുള്ള പ്രോസസ്സ് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് അത് കണ്ടുപിടിച്ചിട്ട് വേണം ആളെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സ്കോപ്പ് എന്നുള്ളതും എന്താണ് പണിയുന്നത്, പക്ഷേ ഹോം ഓണേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്കോപ്പ് എന്നുള്ളത് എന്താണ് നമ്മളുടെ വീട്ടിൽ പണിയേണ്ടത് എന്നുള്ളതിൻ്റെ റിട്ടൺ ഡോക്യുമെൻ്റ് മാത്രമാണ്. അതിൽ തന്നെ പല പല ഡെപ്തിൽ അല്ലെങ്കിൽ പല ഡീറ്റെയിൽ ആൾക്കാർക്ക് എഴുതാം. അപ്പോൾ ആ ഡീറ്റെയിലിങ്ങിലുള്ള ക്ലാരിറ്റി അത് ഒരു കാര്യമാണ്. അപ്പോൾ സ്കോപ്പ് എന്താ ഔട്ട്പുട്ടിന് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, അത് കസ്റ്റമർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നൊരു കോൺട്രാക്ടർക്ക് നമ്മുടെ ബഡ്ജറ്റ് കിട്ടുമ്പോഴാണ് ആളെ ഫിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു കോൺട്രാക്ടർ അവരുടെ ഒരു പ്രസൻറ്റേഷൻ വൈസ് അവർക്കൊരു പ്രോപ്പർ സ്കോപ്പ് ഹോം ഓണറിന് കൊടുക്കാൻ സാധിച്ചാൽ, അത് വെച്ച് നമുക്ക് അവരെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് അവരുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതോ അതിലുപരി നമ്മൾ വേറെ ഇനിയും ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ടോ? അല്ല, സ്കോപ്പിലുള്ള ക്ലാരിറ്റി 100% ആവശ്യമാണ് ഒരു കോൺട്രാക്ടിനെ സെലക്ട് ചെയ്യാനായിട്ട്. കാരണം സ്കോപ്പിലുള്ള ക്ലാരിറ്റിയിൽ നിന്നാണ് ബാക്കി എല്ലാം ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സ്കോപ്പിലുള്ള ക്ലാരിറ്റി എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് സ്കോപ്പിലുള്ള ക്ലാരിറ്റി ഉണ്ടോ അതനുസരിച്ച് കൺസ്ട്രക്ഷൻ പ്രോസസ്സ് സ്മൂത്തർ ആക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ടിക്ക് പോലത്തെ ഒരു ടിക്കാണ് സ്കോപ്പിലെ ക്ലാരിറ്റി. സ്കോപ്പിലെ ക്ലാരിറ്റി കൊണ്ടുപോയതിന് ശേഷം പിന്നെയും ഉണ്ട് കുറച്ച് അധികം സാധനങ്ങൾ ടിക്ക് ഇടാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചധികം സാധനങ്ങളിലുള്ള ക്ലാരിറ്റി കസ്റ്റമർ കൊണ്ടുവന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ക്ലാരിറ്റികൾ എന്തൊക്കെയായിരിക്കും? സ്കോപ്പിലുള്ള ക്ലാരിറ്റിക്ക് പുറമെ ഈ നമ്മൾ ഒരിക്കലും ഒരു കോൺട്രാക്ടറിന് ഒരു വർക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ഇത് ആസ് എ ബൾക്കായിട്ട് ഇത് മൊത്തം ചെയ്ത് അവർ തരും. അങ്ങനെ ഒരുപാട് അസംഷൻസിൻ്റെ പുറത്ത് മറ്റേ സ്കോപ്പിലെ ക്ലാരിറ്റി ഉണ്ടായാൽ പോലും എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, കാരണം എൻ്റെ പാർട്ടിൽ നിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കോൺട്രാക്ടറുടെ പാർട്ടിൽ നിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ക്ലാരിറ്റി ഹോം ഓണർ വരുത്തണം. അത് ഇനീഷ്യലി വരുത്തിയില്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, ഇപ്പോൾ പറഞ്ഞ സ്കോപ്പിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഇൻ ദ ലേറ്റർ സ്റ്റേജ് ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ക്ലാരിറ്റി ആ ഒരു കാര്യത്തിലും നമ്മൾ ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ പ്രോസസ്സ്, അതുപോലെ ക്ലാരിറ്റി, ഇതെല്ലാം വെച്ച് നമ്മൾ ഇനീഷ്യലി നമ്മളൊരു കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു സൈറ്റ് ജേർണി എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും അവിടെ ഒരു പ്രോപ്പർ പ്ലാനിങ് വേണമെന്ന്. അപ്പോൾ ഒരു സേഫ് ബിൽഡർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സേഫ് കോൺട്രാക്ടർ അവരെങ്ങനെയായിരിക്കും ആ ഒരു പ്രോസസ്സ് നമുക്ക് സ്മൂത്ത് ആക്കി തരുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ആസ് പെർ പ്ലാൻ എല്ലാം പോകുന്ന ഒരു ജേണി ആയിരിക്കില്ല ഒരു കൺസ്ട്രക്ഷൻ ജേണി. അതിനകത്ത് സൈറ്റിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തായാലും അൺപ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫോർസീൻ ആയിട്ടുള്ള ഇഷ്യൂസ് എന്തായാലും ഒരു കൺസ്ട്രക്ഷൻ ഇടയ്ക്ക് ഉണ്ടാവും. അത് ചെറുതും വലുതുമായിട്ടുള്ള കൺസ്ട്രക്ഷനിൽ തന്നെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ ആണെങ്കിൽ ഇതിനകത്ത് ഹോം ഓണറിനെ ഇതിനെ പൂർണ്ണമായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നുള്ളതാണ്. ആ കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഇപ്പോൾ കണ്ടെയ്ൻ ചെയ്യാവുന്നതാണെങ്കിൽ പോലും ഹോം ഓണറിന് അത് അപ്ഡേറ്റഡ് ആക്കി കഴിഞ്ഞാൽ ഓക്കെ ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇങ്ങനെ അതിനെ ഡീല് ചെയ്തു എന്നുള്ള ഒരു ക്ലാരിറ്റി ഹോം ഓണർക്ക് കിട്ടും. അല്ല, റിസ്കി ആയിട്ടുള്ളൊരു കോൺട്രാക്ടർ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ ഏരിയയിൽ കണ്ടെയ്ൻ ചെയ്യാവുന്ന ഇഷ്യൂ ആയിരിക്കും. അത് കണ്ടെയ്ൻഡ് അല്ല, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റഡ് അല്ലാണ്ടാണ് പോകുന്നതെങ്കിൽ ഒരു വലിയ റിസ്ക് ഉണ്ട്. കാരണം ചിലപ്പോൾ ഹോം ഓണർക്ക് എന്തെങ്കിലും സജഷൻ തരാനുണ്ടാവാം, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് ക്ലാരിറ്റി ഹോം ഓണർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ആലോചിക്കാൻ പറ്റും, അവർക്ക് ബെറ്റർ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. എന്ത് തന്നെയാണെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള എന്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും ഹോം ഓണറിന് അതിനകത്ത് മറ്റേ അതിൻ്റെ സൈറ്റിൽ ഇൻവോൾവ് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതിനകത്ത് പൂർണ്ണമായിട്ടും ഹൗസ് ഓണർ ഇൻവോൾവ് ആണെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു കോൺട്രാക്ടറെ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ജേർണി സ്മൂത്ത് ആയിരിക്കുമോ? മീൻസ് അവിടെ കോൺഫ്ലിക്ട്സ് ഒഴിവാക്കി അല്ലെങ്കിൽ റിസ്ക് കുറവായിരിക്കുമോ? ജേർണി സ്മൂത്തർ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ മറ്റേ ഒരു ഫാക്ടറിയിലെ പോലെ ഇവിടുന്ന് ഇങ്ങനെ തന്നെ പോകുന്ന നമുക്ക് അങ്ങനെ ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു 95 to 99% വരെയൊക്കെ നമുക്ക് പ്ലാൻഡ് ആയിരിക്കാം. ശരിക്കും
ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഈ പ്ലാനിങ് എത്രത്തോളം സ്മൂത്ത് ആവുന്നു എന്നുള്ളതും അത് കോൺട്രാക്ടർ പ്ലാൻ ചെയ്ത് കോൺട്രാക്ടർ മനസ്സിലുണ്ടായാലും പോരാ. എന്താണ് ആ പ്ലാൻ എന്നുള്ളത് ഹോം ഓണർക്ക് മനസ്സിലാവണം. എന്നാൽ മാത്രമാണ് ഒരു സ്മൂത്ത് ജേർണി, കാരണം സ്മൂത്തർ ജേർണി കിട്ടേണ്ടത് ഹോം ഓണർക്കാണ്. കോൺട്രാക്ടർക്ക് എക്സിക്യൂഷൻ സ്മൂത്ത് ആക്കാൻ പറ്റിയാൽ പോരാ. അത് അത് ഇൻവോൾവ് ആയിട്ടുള്ള അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹോം ഓണർക്ക് സ്മൂത്ത് ആയിട്ട് തോന്നണമെങ്കിൽ എങ്ങനെയാണ് ഒരു കോൺട്രാക്ടർ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളതും ആ കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ ഒരു ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഒരു ഹോം വർക്ക് കിട്ടിയാൽ മാത്രമേ സ്മൂത്ത് ആവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് വെച്ച് ഇപ്പോൾ ഒരു പ്രോപ്പർ കോർഡിനേഷനോ അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷനോ പ്ലാനിങ്ങോ ഇല്ലെങ്കിൽ ശരിക്കും പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കോൺട്രാക്ടർ ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് എങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നു അതിനെയല്ല പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഓവറോൾ കൺസ്ട്രക്ഷനെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, അതിനകത്ത് മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉണ്ടാവാം, അതിൻ്റെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടാവാം. ഇതെല്ലാം ഏത് സമയത്ത് നടക്കണം, ഏത് വർക്കിന് മുന്നേ ഏത് വർക്ക് എക്സിക്യൂട്ട് ആവപ്പെടണം. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്കിൽഡ് ആൾക്കാരെ കൊണ്ട് ഈ വർക്ക് പ്രോപ്പറായിട്ട് ഒരു ഹയർ ലെവലിൽ പ്ലാൻ ചെയ്യുന്നതിനാണ് ഞാൻ പ്ലാനിങ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഇന്ന് അല്ലെങ്കിൽ ഒരാഴ്ച സൈറ്റിൽ ഇത് നടക്കണം എന്നുള്ളതിനെയല്ല. ഇത് കറക്റ്റായിട്ടല്ലെങ്കിൽ മിക്കപ്പോഴും ഒരാൾ ചെയ്തതിൻ്റെ പുറമെ വേറെ ആൾ വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പണിത് പൊളിക്കേണ്ടി വരും. പൊളിച്ച് മറ്റേ കാരണം വേറൊരാൾക്ക് അത് കുത്തിപ്പൊളിച്ചായിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും റീവർക്കുകൾ തന്നെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ റീവർക്ക് വരുമ്പോൾ തന്നെ ഒരു കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവും. ഇതാണ് ഞാൻ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പം പറഞ്ഞത് വെച്ച് ഇപ്പോൾ ഒരു കോൺട്രാക്ടറും ഹോം ഓണറും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻസ്, അപ്പോൾ ഒരു പ്രോപ്പർ കോർഡിനേഷനും അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ എന്തായിരിക്കും ശരിക്കും അവിടെ സംഭവിക്കുന്നത്? കാരണം നമുക്കിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ജേർണിയിൽ പല പല സ്റ്റേജസ് ഉണ്ടാവും, പല പല കൈൻഡ് ഓഫ് വർക്കുകളും ഉണ്ടാവും. ഇതെല്ലാം ഒരു വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് അങ്ങനെ ആയിരിക്കില്ല നടക്കുക. പല വർക്കുകളും ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിവിലിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രിക്കലിൻ്റെ ചെറിയ വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് എങ്ങനെ മുഴുവൻ പ്രൊജക്റ്റിനെ മനസ്സിലാക്കി അതിനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ സ്റ്റേജിൻ്റെ ഇടയ്ക്കും ഇത് പറഞ്ഞ ഈ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള വർക്കുകൾ നടക്കാത്തതുകൊണ്ടുള്ള ഡിലേസ് ഉണ്ടാവും. ഈ പറഞ്ഞ ലേബേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഇത് ഭയങ്കരമായിട്ട് പ്രോജക്റ്റിനെ വീക്കാക്കും. അല്ലെങ്കിൽ ഡിലേ മാത്രമല്ല ഉണ്ടാകുന്ന പ്രോബ്ലം. പക്ഷേ നല്ല വർക്ക് അറിയാവുന്ന ഒരു സിവിൽ കോൺട്രാക്ടർ വന്ന് ചെയ്തതിൻ്റെ പുറമെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം കുത്തിപ്പൊളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അയാളുടെ പൂർണ്ണമായിട്ടുള്ള വർക്കിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കും. ഇത് സിവിലിൽ മാത്രമല്ല സംഭവിക്കുക, ഇത് എല്ലാത്തരം വർക്കിലും ഉണ്ടാവും. മൾട്ടിപ്പിൾ വർക്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഓവറോൾ ആ വീടിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവും. അപ്പോൾ സേഫ് ആയിട്ടുള്ളൊരു കോൺട്രാക്ടർ ഇത് ആദ്യമേ മുൻകൂട്ടി കാണും. അതിനൊരു 95% to 100% പൂർണ്ണമായിട്ടും 100% ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ 95% ഒക്കെ എന്തായാലും അതിനെ പ്രോപ്പറായിട്ട് നോക്കി കാണാൻ പറ്റും. അതല്ലാതെ വരുന്ന ആ 5% ആണ് ഈ പറഞ്ഞ സൈറ്റിൽ വർക്ക് സൈറ്റിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ആ ഇഷ്യൂസിനെ കസ്റ്റമറിനെ ഇൻഫോംഡ് ആക്കി ഒരുമിച്ച് ആ ഡിസിഷൻ എടുത്ത് എന്താണോ അവിടെ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്ത് വേണം മുമ്പോട്ട് പോകാനായിട്ട്. റിസ്കി ആയിട്ടുള്ള കോൺട്രാക്ടർ ഇഷ്യൂസ് മറച്ചു വെച്ചിട്ട് റീവർക്കിന് മുകളിൽ റീവർക്ക് ആവും. അപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഒരു സ്മൂത്ത് ഫ്ലോയിൽ വർക്ക് പോകുന്നതിന് പകരം റീവർക്ക് ആവും. മറ്റേ ഷെഡ്യൂളിൻ്റെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ ഒരു മേജർ പാർട്ട് റീവർക്കുകളായിരിക്കും. ആ റീവർക്ക് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം വീട് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റഡ് ആവും. അതാണ് ബേസിക്കലി ഒരു സേഫ് ആയിട്ടുള്ള കോൺട്രാക്ടറും റിസ്കി ആയിട്ടുള്ള കോൺട്രാക്ടറും ഒരു കൺസ്ട്രക്ഷൻ ജേർണിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. എല്ലാ വർക്ക് അറിയായിരിക്കും, രണ്ടുപേർക്കും വർക്ക് അറിയായിരിക്കും. പക്ഷെ പൂർണ്ണമായിട്ടും ആ ഒരു കൺസ്ട്രക്ഷൻ മനസ്സിലാക്കി എന്തൊക്കെ എപ്പോഴൊക്കെ എക്സിക്യൂട്ട് ആവണം, അതിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ആവണം, കാരണം ഹോം ഓണർ എന്തൊക്കെ ഡിസിഷൻസ് എടുത്തു തരണം, ഇതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് ഹോം ഓണർക്ക് അതിൻ്റെ ക്ലാരിറ്റി കൊടുത്ത് മുൻപോട്ട് പോകുന്നതാണ് സേഫ് ആയിട്ടുള്ള കോൺട്രാക്ട് എന്ന് പറയാൻ പറ്റുക. അപ്പം ഇപ്പം പറഞ്ഞത് വെച്ച് ഒരു ഹോം ഓണർ അവർക്ക് ഈ ക്ലാരിറ്റികളെല്ലാം വെച്ച് അവരൊരു കോൺട്രാക്ടറിനെ ചൂസ് ചെയ്യുവാണ്. അവരൊരു ട്രസ്റ്റ് വെച്ച് അതൊരു സേഫ് കോൺട്രാക്ടർ ആണെന്ന്. എന്നാൽ അവരുടെ സൈറ്റിലെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പോയിന്റിലായിരിക്കും അവരെടുത്ത ഡിസിഷൻ നല്ലതായിരുന്നു അല്ലെങ്കിൽ അത് തെറ്റായിരുന്നു, അതൊരു സേഫ് കോൺട്രാക്ടർ അല്ല റിസ്കി കോൺട്രാക്ടർ ആണ് എന്നവർ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഇനീഷ്യൽ ഫേസസ് തന്നെ ചെറിയ ചെറിയ ഡിലേയ്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡിസിഷൻസ് പെൻഡിങ് ആകുന്നതോ സൈറ്റിൽ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സൈൻസ് ഉണ്ടാവും. അപ്പോൾ
ഒരു സൈനിനും എന്താ ഒരു കാരണമില്ലാണ്ട് ഒരു സൈനും ഉണ്ടാവില്ല. ഇപ്പോൾ വെദർ ഇറ്റ് ഈസ് ഒരു 1 ഡേ ഡിലേ അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഡിലേ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിസിഷനിലുള്ള ഒരു ഡിലമ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ പുറകിലൊരു കാരണം ഉണ്ടാവും. അപ്പോൾ ഈ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പ്ലാനിങ് പ്രോപ്പർ അല്ല. പ്ലാനിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു മുഴുവനായിട്ടും ആ പ്രോജക്റ്റിനെ നോക്കി കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് വരും. അപ്പോൾ ഇനീഷ്യൽ വരുന്ന സയൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സേഫ് ആയിട്ടാണ് ഈ കോൺട്രാക്ടർ നമ്മളുടെ കൺസ്ട്രക്ഷൻ മുമ്പോട്ട് എടുക്കുന്നത് എന്നുള്ളത്. സേഫ് ഇൻ ദ സെൻസ് സൈറ്റിലുണ്ടാകുന്ന ഒരു അപകടങ്ങളൊന്നുമല്ല. എത്രത്തോളം പ്ലാൻഡ് ആയിട്ടാണ്, എത്രത്തോളം പ്രോജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഉണ്ടാകുന്ന ആ ഡിലേയ്സോ അല്ലെങ്കിൽ ആ സൈൻസ് ഓഫ് ഇൻഡിസിസീവ്നെസ്സോ എല്ലാം തന്നെ നമുക്കത് കാണിച്ചു തരും. അപ്പം ഒരു റിസ്കി കോൺട്രാക്ടറാണ്. അന്നേരം നമുക്ക് ഈ ഉണ്ടാവുന്ന ഡിലേസ് അതെങ്ങനെയായിരിക്കും നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്നത്? പക്ഷേ ഇപ്പോൾ നമ്മൾ ഓവറോൾ പ്രോജക്റ്റിന് ടെന്യൂർ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡിലേസ് എല്ലാം പക്ഷേ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുകളയാൻ തോന്നും, അല്ലെങ്കിൽ അത് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കും. പക്ഷെ അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് കാസ്കേഡ് ചെയ്യും. കാസ്കേഡ് ചെയ്തിട്ടൊരു നോക്കുമ്പോൾ ഒരു 1 മന്ത് ഓൾറെഡി ആയി. ഇനിയും പോകുമ്പോൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ഡിലേഡ് ആവും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പറഞ്ഞ ഡിലേയ്സ് ഭയങ്കരമായിട്ട് കസ്റ്റമറിൻ്റെ എന്താ കസ്റ്റമറിനെ ഇത്ര നാൾ തീരും എന്നുള്ള കൺസെഷൻ തീരാണ്ട് പോകും. അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആവുന്നതുകൊണ്ടായിരിക്കും ഡിലേയ്സ് തന്നെ ഉണ്ടാകുന്നത്. അൺപ്ലാൻഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും മിക്കവാറും റീവർക്കിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ സ്കോപ്പ് മാറും, മറ്റേ ബഡ്ജറ്റ് തെറ്റും. ഇപ്പോൾ ഡിലേ എന്നുള്ളത് വെറും ഡിലേ ആയിരിക്കില്ല, പ്ലാനിങ് കൊണ്ടുള്ള പ്രോബ്ലമാണ്. അത് ഉറപ്പായിട്ടും ഡിലേക്ക് അപ്പുറം കസ്റ്റമറിന് ഇമ്പാക്റ്റ് ഉണ്ടാവും ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് കോസ്റ്റ്. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, മീൻസ് ഇറ്റ്സ് എ സൈൻ. അപ്പം ഈ ഒരു സൈൻ അവർ കുറച്ചുകൂടെ അധികം മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു അത് ഏത് സ്റ്റേജിൽ എത്തിക്കാണുമായിരിക്കും ആ ഒരു ഔട്ട്കം? അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടന്റ് ചെയ്യുന്നത് തന്നെ ഇനീഷ്യലി തന്നെ സൈൻ മനസ്സിലാക്കാൻ പറ്റണം. ഈ സയൻസ് കാണുമ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാതെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും അതൊരു ലേറ്റർ സ്റ്റേജ് ആയിട്ടുണ്ടാവും. കൺസ്ട്രക്ഷൻ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കൺട്രോൾ ഓവർ ദ പ്രോജക്റ്റ് എടുക്കാനോ ഭയങ്കരമായിട്ടുള്ള പാടായിരിക്കും. കസ്റ്റമർ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവേണ്ടി വരും. ഓൾറെഡി ഔട്ട്കംസ് ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അതിനകത്ത് കൺട്രോൾ എടുക്കാനായിട്ട് പാട് തന്നെയായിരിക്കും. ഇനീഷ്യൽ സ്റ്റേജിൽ അത് വിസിബിളായിട്ട് നമ്മളതിനെ കൺട്രോൾഡ് ആക്കിയിട്ടില്ലെങ്കിൽ അവസാനം ഭയങ്കര പാടായി പോകും. ഓക്കെ. അപ്പം നേരത്തെ ചോദിച്ചതുപോലെ ഇറ്റ്സ് എ സൈൻ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്ത കോൺട്രാക്ടർ ഒരു സേഫ് കോൺട്രാക്ടർ ആണെന്ന് നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? പുള്ളി ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലാ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും എന്താണ് അയാളുടെ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് എന്നുള്ളതും, എന്താണ് നമ്മുടെ വീടിന് സ്പെസിഫിക് ആയിട്ട് എന്താണ് അവരുടെ പ്ലാൻ, എങ്ങനെയാണ് അവർ മുഴുവൻ കൺസ്ട്രക്ഷൻ നോക്കി കാണുന്നത്, നമ്മൾക്ക് ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് തരുന്നത്, നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മളുടെ നിന്ന് ക്ലാരിറ്റി ബിൽഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിനകത്ത് തന്നെ എങ്ങനെയാണ് അവർ കൺസ്ട്രക്ഷൻ നോക്കി കാണുന്നത് എന്നുള്ളതും, നമ്മളുടെ അടുത്ത് നിന്ന് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതും ഇതെല്ലാം മനസ്സിലാവും. ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഉറപ്പായിട്ടും ഏർലി സയൻസ് എന്നുള്ള രീതിയിൽ വർക്ക് സ്മൂത്തായിട്ട് സൈറ്റിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമല്ല, കോൺഫ്ലിക്ട്സ് എങ്ങനെയാണ് എലിമിനേറ്റ് ആവപ്പെടുന്നത്, എങ്ങനെയാണ് സോൾവ് ആവപ്പെടുന്നത്, അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടായത്, അതിനെക്കുറിച്ച് കൂടി കുറച്ചുകൂടി ഡെപ്തിൽ ഒരു ഹോംവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ പ്ലാനിങ് പ്രോപ്പറായിട്ടാണ് ചെയ്തേക്കുന്നുള്ളതാണെങ്കിൽ പ്ലാനിങ്ങിലുള്ള കുറവുകളെ വളരെ വളരെ നന്നായിട്ടാണ് ഇഫക്റ്റീവായിട്ടാണ് അവരതിനെ സോൾവ് ചെയ്യുന്നത് മനസ്സിലാവും. അതിനകത്താണ് ഓക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ജേർണി സ്മൂത്തറായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുള്ള ഒരു ഉറപ്പ് ഒരു ഹോംവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എസ്പെഷ്യലി എങ്ങനെ നമ്മളൊരു കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യണമെന്ന്, അത് എന്തുമാത്രം ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണെന്ന്. സാധാരണ നമ്മളെപ്പോഴും ഒരു കോൺട്രാക്ടറിനെ കണ്ടു, സംസാരിച്ചു, ഏൽപ്പിച്ചു, അവിടെ നമ്മുടെ ഉത്തരവാദിത്വം തീരുവാണെന്നാണ് നമ്മളെപ്പോഴും വിചാരിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റിയത് അവിടം കൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നുമില്ല. നമ്മളെ കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതുമാണ് നമ്മുടെ ഈ ഒരു ജേർണിയിലെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ നിങ്ങൾക്കും
ഈ ഒരു വീഡിയോ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ കുറേ വീഡിയോസുമായിട്ടും കുറേ കണ്ടൻസുമായിട്ടും നിങ്ങളുടെ വീടെന്നുള്ള സ്വപ്നത്തിൻ്റെ ഒരു ജേർണിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്.